ഇല്ലേ? അപ്പം ഫസ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ആവുന്നു, സെക്കൻഡ് ലൈൻ എക്സിക്യൂട്ട് ആവുന്നു, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ. അപ്പൊ അഞ്ചാമത്തെ ലൈനിലേക്ക് വരുമ്പോൾ അത് എന്താ എസിൻക്രണസ് കോഡാണ്. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഇന്റർപ്രറ്റർ എന്ത് ചെയ്യും? അതിനെ എടുത്തിട്ട് എങ്ങോട്ട് ഇടും? ലിബ്യുവിലേക്ക് പാസ് ചെയ്യും. എന്നിട്ട് ഇന്റർപ്രറ്റർ എന്ത് ചെയ്യും? അടുത്ത ലൈനിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകും. അടുത്ത ലൈനിലേക്ക് വന്നു. ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലിബ്യു കിടന്നിട്ട് ഇത് പാരലായിട്ട് എക്സിക്യൂട്ട് ആവുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യും? ആ സമയത്ത് എൻഡിങ്ങിലേക്ക് വരുന്നു, എൻഡിങ് പ്രിന്റ് ആവുന്നു. ലിബ്യുവിൽ കിടന്നത് പാരലായിട്ട് എക്സിക്യൂട്ട് ആയി എപ്പോഴാണോ റിസൾട്ട് വരുന്നത് അപ്പൊ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്ന ദെൻ എന്ത് ചെയ്യും? ആ റിസൾട്ട് ഇട്ടിട്ട് ആ ഫംഗ്ഷനെ ദെന്നിലേക്ക് നമ്മൾ പാസ് ചെയ്തേക്കുന്ന കോൾ ബൈ ഫംഗ്ഷനെ കോൾ ചെയ്യും. അതായത് റിസൾട്ട് വന്നതിന് ശേഷം എന്തെങ്കിലും കോഡ് എക്സിക്യൂട്ട് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ദെന്നിനകത്തുള്ള ഫംഗ്ഷനകത്ത് ഇട്ടാൽ മതി. ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ആരാ? ദെന്ന് റിസൾട്ട് വരുമ്പോൾ കോൾ ചെയ്യും, റിസൾട്ട് ഇട്ട് കോൾ ചെയ്യും. അതായത് ആ ഫംഗ്ഷന്റെ പാരാമീറ്റർ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? റിസൾട്ട് കിട്ടും, അല്ലേ? അതുകൊണ്ട് ആ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവിടെ കോഡ് എഴുതിയാൽ മതി, അല്ലേ? അപ്പൊ ഇന്നലെ നമ്മൾ ചെയ്തത് റിസൾട്ട് വന്നു, റിസൾട്ട് കൺസോൾ ചെയ്തു. കൺസോൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എങ്ങനെയായിരുന്നു നോക്കാം. സ്റ്റാർട്ടിങ് ആപ്പിൾ, ഓറഞ്ച്, മാംഗോ, പിന്നെ എൻഡിങ്, പിന്നെ ആ റിസൾട്ട്, അല്ലേ? ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പൊ ഇവിടെ കിട്ടാൻ കാര്യം എന്താ? നമ്മൾ ഈ പറഞ്ഞ ഓർഡറിലാണ് എക്സിക്യൂട്ടീവ് പോകുന്നത്. റിസൾട്ട് നോക്കിയേ, നമ്മൾ ആ ക്രോമിൽ കണ്ട റിസൾട്ട് ആണ് ഇവിടെ ഉള്ളത് അല്ല. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു എൻ പോയിന്റിലേക്ക്, അതായത് നമ്മളൊരു ബാക്ക് എൻഡിലേക്കോ ഒരു സെർവറിലേക്കോ നമ്മൾ റിക്വസ്റ്റ് അയക്കുമ്പോൾ റെസ്പോൺസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് വരും. അതായത് റെസ്പോൺസ് ആയിട്ട് അവിടുന്ന് ഇപ്പൊ ആ സെർവർ ഡാറ്റ അയക്കുന്നുണ്ടാവും, അല്ലേ? നമ്മൾ റിക്വസ്റ്റ് അയച്ചാൽ റെസ്പോൺസ് ആയിട്ട് ഡാറ്റ അയക്കും. ഡാറ്റ മാത്രമല്ല എവിടുന്നാണ് റിക്വസ്റ്റ് വന്നത്, അങ്ങനെ ഒരുപാട് സെർവറിന്റെ പേര്, കണ്ടന്റ് ടൈപ്പ്, എന്ന് വെച്ചാൽ ഏത് ഫോർമാറ്റിലാണ് ഡാറ്റ വന്നത് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് സെൻഡ് ചെയ്യും, ഒക്കെയാണല്ലോ. ഓക്കെ, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഡാറ്റ മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം, എന്നിട്ടാണ് നമ്മൾ അത് കാണിക്കുക. അപ്പൊ അത് ക്രോമിന് അറിയാം. അതുകൊണ്ട് ക്രോം അത് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മളെ കാണിച്ച് തരുന്നതുകൊണ്ടാണ് നമ്മൾ ക്രോമിൽ ഡയറക്റ്റ് റിസൾട്ട് കണ്ടത്, അല്ലേ? പക്ഷെ നമ്മൾ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് നമ്മളിപ്പോൾ ഇത് ചെയ്ത സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആ ഡാറ്റ കിട്ടിയില്ല. നമുക്ക് ആ ഫുൾ റെസ്പോൺസ് ആണ് ഇവിടെ കിട്ടിയത്. നമുക്ക് ആ റെസ്പോൺസിന് എന്ത് ചെയ്യണം? ഡാറ്റ മാത്രമായിട്ട് വേർതിരിച്ചെടുക്കണം, ഒക്കെയാണല്ലോ. ഇനി പറയാനുള്ള കാര്യം വെച്ചാൽ നമ്മൾ പൊതുവെ ഇന്റർനെറ്റ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിന് പറഞ്ഞ പേരാണ് ജെയ്സൺ ഫോർമാറ്റ്. കേട്ടിട്ടുണ്ടോ നേരത്തെ ജെയ്സൺ ഫോർമാറ്റ് എവിടെയെങ്കിലും? ഓക്കെ, നമുക്ക് നോക്കാം. അതായത് അത് ഞാൻ പറയാം. അത് അങ്ങനെയാണ് സംഭവിക്കുക. കാര്യം ഇവിടെ നമ്മൾ കോൾ സ്റ്റാക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. കോൾ സ്റ്റാക്ക് അതായത് ഒരു എന്താ പറഞ്ഞേ അവിടെ പറഞ്ഞോ. ഓക്കെ, കോൾ സ്റ്റാക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. അതൊരു ഡാറ്റ ടൈപ്പാണ്, ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയാം. അപ്പൊ അതിനകത്തേക്ക് അതിനകത്ത് സംഭവിക്കുക വെച്ചാൽ ഓരോ കോഡും എടുത്ത് സ്റ്റാക്കിലിടും, എന്നിട്ടാണ് എക്സിക്യൂട്ട് പോകുന്നത്. എല്ലാം സ്റ്റാക്ക് എം ഡി ആവുമ്പോഴേ നമ്മുടെ ആ ഒരു ലിബ്യൂ കിടന്ന സാധനം ഇങ്ങോട്ട് വരുള്ളൂ. അപ്പൊ സ്റ്റാക്ക് അങ്ങനെ എം ഡി ആവണമെങ്കിൽ ഫെച്ച് അപ്പുറത്ത് അത് തന്നെ, ഫെച്ചിനെ സ്റ്റാക്കിലിടും, സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ഔട്ട് ചെയ്ത് ലിബ്യൂലേക്ക് ഇടും, ഏറ്റവും അവസാനം ഉണ്ടാവുള്ളൂ. അത് ഞാൻ ആ നോഡ് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ജെയ്സൺ വായിച്ചു നോക്കിയേ. ജെയ്സൺ സ്റ്റാൻഡ്സ് ഫോർ JavaScript Object Notation. JSON is a text format for storing and transporting data. അതായത് ജെയ്സൺ എന്ന് പറയുന്നത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ അറേ ഓഫ് ഒബ്ജക്റ്റ് പോലൊക്കെ ഇരിക്കും. പക്ഷെ ഇതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ആണ്, ടെക്സ്റ്റ് ഫോർമാറ്റ് ആണ്. അത് സ്ട്രിംഗ് ആയിട്ടാണ് ഇത് എല്ലാവരും കൺസിഡർ ചെയ്യുക. പക്ഷെ നമ്മളെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് അറേ ഓഫ് ഒബ്ജക്റ്റ് പോലൊക്കെ ആയിരിക്കും കാണിക്കാം. ഇതെന്ന് പറഞ്ഞാൽ JavaScriptനകത്തുള്ള ഒരു ഫോർമാറ്റ് അല്ല, ഇത് യൂണിവേഴ്സൽ ആയിട്ട് എല്ലാ ലാംഗ്വേജിലും ലഭിക്കുന്ന ഫോർമാറ്റാണ്. അതായത് ഏത് ലാംഗ്വേജിലും ഈ ജെയ്സണിനെ കൺവേർട്ട് ചെയ്ത് അതാത് ലാംഗ്വേജിലെ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇപ്പം പൈത്തണിലാണെങ്കിൽ അങ്ങനെ, നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലാണെങ്കിൽ അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ട് മാറ്റാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഡാറ്റ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റ് ആണ്. ഈ ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലായിടത്തോട്ടും ഇന്റർനെറ്റ് വഴി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാകുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോൾ ഫ്രണ്ട് എൻഡ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ്, ബാക്ക് എൻഡ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും കുഴപ്പമില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കാര്യം എന്താ? ജെയ്സൺ എല്ലായിടത്തും സപ്പോർട്ട് ചെയ്യും. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഉള്ള ഒരു അറേ നമുക്ക് പൈത്തൺ ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല, വ്യത്യാസം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഫോർമാറ്റ് ആണ് നമ്മൾ യൂണിവേഴ്സൽ ആയിട്ട് ഉപയോഗിക്കുന്നത്, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോർമാറ്റ്. ഇത് ഹ്യൂമൻ റീഡബിൾ ആണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ ഇന്നലെ കണ്ട fxstoryAPI.com/product വിളിച്ച സമയത്ത് ഇത് കണ്ട എങ്ങനെ ഇരിക്കും? അറേ ഓഫ് ഒബ്ജക്റ്റ് പോലെ ഇരിക്കില്ലേ? പക്ഷെ നോക്കിയേ, കീസ് നോക്കിയേ, കീസിലും കോഡ്സ് ഉണ്ട്. ജാവാസ്ക്രിപ്റ്റിലെ ഒബ്ജക്റ്റിലെ കീസിൽ കോഡ്സ് ഉണ്ടോ? ഇല്ല. അപ്പം ഇത് ഏകദേശം അത് തന്നെ,
പക്ഷെ എന്നാൽ ഇവിടുത്തെ വ്യത്യാസം വെച്ചാൽ കീസിൽ കോഡ്സ് ഉണ്ടാവും. ഇതൊരു ടെക്സ്റ്റ് ഫോർമാറ്റ് ആണ് ആക്ച്വലി. ഇതിനെ ഇവരെടുത്ത് റെപ്രസെന്റ് ചെയ്ത് കാണിച്ചേക്കാണ് ഇങ്ങനെ. അതായത് നമ്മുടെ സർവർ ഉണ്ടല്ലോ fxstory.com/products എന്ന് പറഞ്ഞ സർവറിലേക്ക് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റെസ്പോൺസ് ആയിട്ട് ഡേറ്റ വരുന്ന ഫോർമാറ്റ് JSON ഫോർമാറ്റിലാണ്. ഓക്കെ ആണല്ലോ. പക്ഷെ അതിന്റെ കൂടെ തന്നെ വേറെ കുറെ സാധനങ്ങൾ അവരവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യും കിട്ടുന്ന ഡാറ്റ. അപ്പോൾ അവിടുന്ന് അയക്കുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരുപാട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉള്ള വലിയൊരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഡാറ്റാബേസിൽ അത് പല ഡാറ്റാബേസിൽ പല ഫോർമാറ്റാണ്. SQL ആണ് ടേബിൾ ഫോർമാറ്റ്. അത് എടുത്ത് അതെ അതെ അങ്ങനെയാണ് ചെയ്യുക. ഇപ്പം അതിന്റെ എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പം നീ എഴുതുന്ന ബാക്ക് എൻഡ് പൈത്തണിലാണെന്ന് വെച്ചാൽ അപ്പം നീ അവിടെ കുറച്ച് ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ഈ സർവറിൽ ഡാറ്റാബേസിന്റെ ഡാറ്റ എടുക്കുക. ആ ഡാറ്റ എടുത്ത് പൈത്തൺ അത് സപ്പോർട്ട് ചെയ്യുന്ന ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്താണ് നീ എടുക്കുക. എന്നിട്ട് അതിനെ സെൻഡ് ചെയ്യുമ്പോൾ JSON-ആക്കി സെൻഡ് ചെയ്യും. മനസ്സിലാകാനാണ്. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിലും അങ്ങനെയാണ്. ഏത് ലാംഗ്വേജ് ആണെങ്കിലും അതിനുവേണ്ടി ടൂൾ കാണും. ഈ ഡാറ്റാബേസിലെ ഡാറ്റ എടുത്തിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്ന ഫോർമാറ്റിലോട്ട് മാറ്റാനുള്ള വർക്കബിൾ ആക്കിയിട്ട് അത് എന്നിട്ട് JSON ആക്കുന്നു, JSON ആക്കിയിട്ട് സെൻഡ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇവിടെ റിസീവ് ചെയ്യുമ്പോഴും JSON ആയിട്ട് റിസീവ് കൺവേർട്ട് ചെയ്യാം. ഈ കേസ് നമ്മളിപ്പം നമ്മുടെ ആ ഒരു ഇവിടെ നോക്കിയേ, നമ്മുടെ ആ റെസ്പോൺസ് നോക്കിയപ്പോഴത്തേക്കും റെസ്പോൺസിനകത്ത് മൊത്തം എന്താ ഉള്ളത്, കുറെ ഇൻഫർമേഷൻ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് എവിടെയോ നമ്മുടെ ബോഡി ഉണ്ട്, റീഡബിൾ സ്ട്രീം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടോ. ഓക്കെ, ഇതിനകത്ത് എവിടെയോ നമുക്ക് ആക്ച്വലി വേണ്ട ഡാറ്റ ഉണ്ട്. അത് എടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ വരിക, എന്നിട്ട് ഇപ്പൊ റെസ്പോൺസ് ഉണ്ടല്ലോ, response.json എന്ന് കോൾ ചെയ്താൽ നമ്മുടെ ഈ വന്ന ആ ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അഥവാ റിസൾട്ടിനകത്തു നിന്ന് ഉള്ള ആ ഒരു JSON ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിന് വേണ്ട ഫോർമാറ്റിലോട്ട് ആക്കി തരും. അതിനാണ് rest.json എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ളത്. ഇത് വെറുതെ വിളിച്ചാൽ മതി, വന്ന റെസ്പോൺസിനകത്തുനിന്ന് നമുക്ക് വേണ്ട ഡാറ്റ ഇത് എക്സ്ട്രാക്ട് ചെയ്ത് തന്നോളൂ. ഇതെങ്ങനെ ഐഡന്റിഫൈ എന്ന് ചോദിച്ചാൽ, റെസ്പോൺസിനകത്ത് ആ JSON ഫോർമാറ്റിൽ ഉണ്ടാകുന്ന സാധനമായിരിക്കും ഡാറ്റ. അത് ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലോട്ട് ആക്കിയിട്ട് നമുക്ക് തരും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടുക. അപ്പം ഞാൻ ഇതിനെ കൺസോൾ ചെയ്യാം, എന്താണ് കിട്ടാൻ നോക്കാം. console.log ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് നോക്കാം. എന്താ സംഭവിച്ചേ? പിന്നെയും പ്രോമിസ് പെൻഡിങ്. എന്തായിരിക്കും കാര്യം? ആർക്കും അറിയാം? പിന്നെ എന്തുകൊണ്ട് പ്രോമിസ് പെൻഡിങ് ആയി? നമ്മൾ എന്ത് ചെയ്തപ്പോഴാണ് പ്രോമിസ് പെൻഡിങ് കിട്ടിയേ? console.log rest.json അല്ല, അതല്ലടാ, സ്റ്റോറി ആണെന്നില്ലല്ലോ. വേറെ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിന് വരെ ഡയറക്റ്റ് അവിടെ പ്രിന്റ് ചെയ്യാം. അതിന്റെ കാര്യം എന്താ വെച്ചാൽ, ഈ rest.json എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇല്ലേ, അതും asynchronous ആണ്. അതായത് നമുക്ക് റെസ്പോൺസ് കിട്ടി, അത് asynchronously കിട്ടി, എന്നിട്ട് ആ റെസ്പോൺസിനെ കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് വേണ്ട ഫോർമാറ്റിലോട്ട് ആക്കുന്ന പ്രോസസ്സും എന്താ, asynchronous ആണ്. അപ്പൊ നമ്മൾ അതിനെയും ഹാൻഡിൽ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം? അതുകൊണ്ടാണ് ഇവിടെ പ്രോമിസ് നമ്മൾ ആ കൺസോൾ ചെയ്യുമ്പോൾ തന്നെ അത് കിട്ടില്ല. കാര്യം അത് ഈ സാധനം വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ലിബിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെയാണ് പിന്നെ അത് എക്സിക്യൂട്ട് ആവുക. ആ സമയത്ത് നമ്മൾ കൺസോൾ ചെയ്യാൻ നോക്കിയാൽ പ്രോമിസ് പെൻഡിങ് ആയിരിക്കും കിട്ടുക. ആ സമയത്ത് റെസ്പോൺസ് ഇല്ല, അല്ലേ? അല്ലെങ്കിൽ ആ കൺവേർഷൻ നടന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡോട്ട് എന്താ ദെൻ. ഇവിടെ ഓൾറെഡി നമ്മൾ റെസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ വേറൊരു പേര് കൊടുക്കാം, ഡാറ്റ ഈക്വൽ ടു console.log ഡാറ്റ. അതായത് ഇതിനെ കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പം എന്ത് ചെയ്യും, ആ കഴിഞ്ഞപ്പം കിട്ടിയ റിസൾട്ട് അഥവാ ആ ഡേറ്റ ഇട്ടിട്ട് ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പം കോൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഡേറ്റ കൺസോൾ ചെയ്യാനുള്ള കോഡാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് റൺ ചെയ്ത് നോക്കാം. നോഡ് 23 നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ആ ഡാറ്റ കിട്ടി, ആ JSON ഡാറ്റ കിട്ടി. കണ്ടോ? ആ ഡാറ്റ ഏത് ഫോർമാറ്റ് കിട്ടി? അറേ ഓഫ് ഒബ്ജക്ട്സ്, ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഫോർമാറ്റ് കിട്ടി. കണ്ടോ? അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും സെറ്റപ്പ് ചെയ്തേക്കുന്നത്. കാര്യം അതൊക്കെ അസിൻക്രണസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. മനസ്സിലായത്? ആ കൊടുത്തേക്കുന്ന രീതി മനസ്സിലായി? അസിൻക്രണസ് കോൾ ആണെങ്കിൽ ഒരു ഡോട്ട് തന്നെ കൊടുത്താൽ എത്ര ഉള്ളൂ. അപ്പോൾ റിസൾട്ട് എപ്പോൾ വരുന്നു, അപ്പോൾ ആ ഫംഗ്ഷൻ കോൾ ആവും. സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. ഓക്കെ, ഇത് മനസ്സിലായി നിങ്ങൾക്ക്? ഐഡിയ ഇല്ല, നിങ്ങൾ ഇവിടെ ചെയ്യാൻ നിങ്ങൾ ഡാറ്റ ഫ്രണ്ട് ചെയ്താൽ മതി. ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ഞാൻ പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. ഓക്കെ, ലാപ്പുണ്ട് ബ്രോ, ട്രാൻസ്ലേറ്റ് ലാപ്പ് വേണമെന്ന് ചോദിക്കാം. ലാപ്പ് ട്രാൻസ്ലേഷൻ്റെ
ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ക്രിയേറ്റ് ബൈ ലേറ്റസ്റ്റ് 0 1 0 ആണോ 10 ആണോ? കൊടുക്കാം 1 0 API കൊണ്ടുവിടാം. API മീൻസ് അതായത് API ഉള്ള അതായത് രണ്ട് പ്രോഗ്രാംസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വേ, ഒരു വഴിയാണ് API. അത്ര ഉള്ളൂ API. ഓക്കെ, അപ്പൊ ഇവിടെ ഈ കേസിൽ നമുക്ക് ഫ്രണ്ട് എൻഡ് ഉണ്ട്, ബാക്ക് എൻഡ് ഉണ്ട്. ബാക്ക് എൻഡ് സെർവർ, ഈ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ആ ലിങ്ക്. അതാണ് നമ്മൾ API എന്ന് റെഫർ ചെയ്യുക. മനസ്സിലായോ? നമുക്ക് ആദ്യം ഇവിടെ 2-3 പേജിന്റെ ആവശ്യമുണ്ട്. ഓക്കെ ആണല്ലോ? കാര്യം നമ്മൾ കുറച്ചുകൂടെ ദിവസം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പേജ് ആയിട്ട് വരുമ്പോൾ ഓക്കെ ആണല്ലോ? അപ്പോൾ അതിനായിട്ട് എന്ത് വേണം? നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? npm i react router മനസ്സിലായി? ഇനി എന്താണ് റാപ്പ് ചെയ്യാം അല്ലേ? ഇനി ആപ്പ് ചെയ്യാം. എന്തൊക്കെ ഇമ്പോർട്ട് ചെയ്യണം? റൗട്ട്സ് റൗട്ട്. ഇനി പേജ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനായിട്ട് പേജസിൻ്റെ ആവശ്യമില്ല, ഞാൻ കളയുന്നു. ഇവിടെ ന്യൂ ഫോൾഡർ പേജസ് ഫോൾഡർ എന്താ ഒരു ഹോം പേജ് index.jsx style ഞാൻ തൽക്കാലം ഡീറ്റെയിൽസ് തേടി കൊടുക്കണം. ഓക്കെ കേട്ടെ ഓക്കെ നോക്കാം. ഓക്കെ, ഈ ഹോമിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇമ്പോർട്ട് style.jsx fonts return ആപ്പ് ഉണ്ടേ ഉണ്ടാകും. ഇതിന്റെ ഹൗസ് പാത്ത് അല്ലേ സ്ലാഷ് അതെന്താ എലമെന്റ്. നിങ്ങൾ ഈ പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത് പഠിച്ചോ. കാരണം വെച്ചാൽ ഇപ്പോൾ മിക്ക കമ്പനിയിലും ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ആദ്യം ഫസ്റ്റ് റൗണ്ട് ടാസ്ക് വെച്ച് നമ്മൾ 2-3 ദിവസം കംപ്ലീറ്റ് കൊടുക്കാം. പിന്നെയാണ് ഇന്റർവ്യൂ. അപ്പം സീസർ ചെയ്യുന്ന പ്രശ്നം അവർ മിക്കവാറും ഫ്രണ്ടിന്റെ ബില്ലിംഗ് പറയും, ബാക്കിന്റെ ഫ്രണ്ട് ബില്ലിംഗ് പറയും. അപ്പോൾ അവർ കോഡ് നോക്കും, യു നോക്കും കേട്ടോ. അപ്പം ഹോം പേജ് നമുക്ക് തന്നെയാണ് npm ഫ്രണ്ട്. ഓക്കെ, ഹോം പേജ് ഓക്കെ ആണല്ലോ? നമുക്ക് ഇനിഷ്യലി കുറച്ച് സ്റ്റൈൽസ് എഴുതാം. മാർജിൻ 0, ബോക്സ് സൈസിങ് ബോർഡർ ബോക്സ്. ഹോമിലേക്ക് വരാം. അത് ഹെഡിങ് അറിയാം ഓക്കെ ആണല്ലോ? അപ്പം ആയിട്ട് ഡോട്ട് ഹോം മാർജിൻ 20% ഡോട്ട് ഹോമിനകത്തുള്ള ഹെഡിങ് ഫോണ്ട് സൈസ് 35. നിങ്ങൾ ചെയ്യുമ്പോൾ ആവശ്യമായി വരിക എന്തൊക്കെ സൂം വേണം. ഇനി നമുക്ക് ഇവിടെ നമുക്ക് ആ ഡേറ്റ ഫുള്ള് കാർഡായിട്ട് കാണിക്കാം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ ആണല്ലോ? അപ്പോൾ അതിന് അത് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ റിയാക്ട് ചെയ്യുന്ന ഇവിടെ API കോഡ് ചെയ്യണം, അഥവാ അതിലേക്ക് റിക്വസ്റ്റ് ചെയ്യണം ഇല്ലേ? അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ വരുന്നു, ഫംഗ്ഷൻ എഴുതുന്നു. ഫംഗ്ഷനായിട്ട് എഴുതാം, അല്ലാതെ എഴുതാം. ഞാൻ ഫംഗ്ഷനായിട്ട് എഴുതുന്നു. കോൺസ്റ്റ് ഫെച്ച് ഫ്രം API ഫെച്ച് ഡേറ്റ. ഓക്കെ, അപ്പം ഫംഗ്ഷൻ എഴുതി. ഇനി എന്ത് ചെയ്യാം? ഇവിടെ വന്നിട്ട് ഫെച്ച് അല്ലേ ഓഫ് എന്താ http://fakestoreapi.com/products ഡോട്ട് ദെൻ നമുക്കിവിടെ റെസ്പോൺസ് വരും. നമ്മൾ എന്ത് ചെയ്യുന്നു? റെസ്പോൺസ് ഡോട്ട് ജെയ്സൺ കോൾ ചെയ്യുന്നു. എന്നിട്ടോ പിന്നെയും ദെൻ അല്ലേ? എന്നിട്ട് ഇവിടെ നമുക്ക് ആക്ച്വൽ ഡാറ്റ വരും. തൽക്കാലം കൺസോൾ ചെയ്യുന്നു, console.log ഡാറ്റ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് വർക്ക് ഈ പേജ് ലോഡാകുമ്പോൾ ഇത് വർക്ക് ആവാൻ വേണ്ടി അവിടെ എന്ത് ചെയ്യണം പരിപാടി? മറ്റേ പ്രൊജക്റ്റ് നോക്കുമായിരുന്നു. ഓക്കെ,
അപ്പൊ ഇത് പേജ് ലോഡ് ആകുമ്പോൾ തന്നെ വർക്ക് ആവാൻ വേണ്ടി നമ്മൾ ഇതൊരു ഫംഗ്ഷൻ അല്ലേ എഴുതി വെച്ചേക്കുന്നത്. ഇത് കോൾ വർക്ക് ആവണമല്ലോ. വർക്ക് ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫംഗ്ഷൻ വിളിക്കാം. ഞാൻ കോൾ ചെയ്ത് വെച്ചു. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഈ പേജ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാം. ഇൻസ്പെക്ട് ചെയ്ത് കൺസോൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ ഇത് കുഴപ്പമില്ല. ഇത് ഒരു പുതിയ എന്തൊരു അപ്ഡേറ്റ് വരുന്നതിന്റെ വാണിയാ. ഓക്കെ, ഇവിടെ ഡേറ്റ വന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ ഡേറ്റ നമുക്ക് ഇവിടെ കിട്ടി. നമ്മുടെ ആവശ്യം എന്താ? ഈ ഡേറ്റ യു ഐയിൽ കാണിക്കണം. എങ്ങനെ ചെയ്യും? അങ്ങനെ ഐ ഡി വെച്ചിട്ട് വെച്ചാൽ നീ ഉദ്ദേശിച്ചേ? മാപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ ഡേറ്റ എവിടെയാ ഉള്ളത്? ഈ ഫംഗ്ഷനകത്താ. ഈ ഫംഗ്ഷനകത്തുള്ള ഡേറ്റ പുറത്തേക്ക് എടുക്കണം. മാത്രമല്ല ഈ ഡേറ്റ വന്നു കഴിഞ്ഞാൽ യു അപ്ഡേറ്റ് ആവാൻ വേണം. ബെസ്റ്റ് മാർഗം സ്റ്റേറ്റ് യൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ വന്നിട്ട് ഇമ്പോർട്ട് യൂസ് സ്റ്റേറ്റ് ഫ്രം റിയാക്ട്. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിച്ചിരിക്കണം, ഇതിനകത്ത് കുറെ ഇതുണ്ട്. അപ്പം ഈ സ്റ്റേറ്റ് ഫ്രം റിയാക്ട് കൊടുത്തു, നമ്മളിവിടെ വരുന്നു. അതിന് വേണ്ടി ഞാൻ വേറെ പറയാം. ഇവിടെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ടാബ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഫെച്ച് XHR എന്നുണ്ടോ? ഓൾ അല്ല, ഫെച്ച് XHR ക്ലിക്ക് ചെയ്താൽ നമ്മൾ റിഫ്രഷ് ചെയ്യുമ്പോൾ ഈ പേജിൽ നിന്ന് പോകുന്ന API കോഡ്സ് ഒക്കെ കാണാൻ പറ്റും. ഇവിടെ നോക്കുവാണെങ്കിൽ 200 ഇത് പോയി ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിന്റെ റെസ്പോൺസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. കോള് പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? യൂസ് സ്റ്റേറ്റ് എഴുതാൻ പോവാം. കോൺസ്റ്റ് എന്താ പ്രോഡക്ട്സ് കോമ സെറ്റ് പ്രോഡക്ട്സ് ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ് ഓഫ് ഇനിഷ്യൽ വാല്യൂ എന്ത് കൊടുക്കും? പ്രൊഡക്ട്സ് വരുന്നത് എങ്ങനെയാ? അറേ ആയിട്ടാണ്. ഇനിഷ്യൽ വാല്യൂ ഞാൻ അറേ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ഡേറ്റയ്ക്ക് പകരം സെറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഡേറ്റ എന്ന് കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ പേജ് ലോഡ് ആവുന്നു, ഫെച്ച് ഡേറ്റ കോൾ ആവുന്നു. കോൾ ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഫംഗ്ഷൻ കോൾ ആവും. ഫംഗ്ഷൻ കോൾ ആയിട്ട് റിക്വസ്റ്റ് പോയിട്ട് റെസ്പോൺസ് വരുന്ന റെസ്പോൺസിനെ എങ്ങോട്ട് സെറ്റ് ചെയ്യും? പ്രൊഡക്ട്സിലേക്ക് സെറ്റ് ചെയ്യും. അതായത് ഇതൊക്കെ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ് വേരിയബിളിൽ ഡേറ്റ വരും. ഓക്കെ ആണല്ലോ? ഇവിടെ ഒരു പ്രശ്നമുണ്ട്. താഴെ നോക്കിയേ, കാണുന്നുണ്ടോ? റിക്വസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക. കണ്ടോ? ഇവിടെ നിങ്ങൾ റിക്വസ്റ്റ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എത്ര വട്ടം അയച്ചാൽ മതി? ഒറ്റ വട്ടം അയച്ചാൽ മതി. പേജ് ലോഡ് ആവുന്നു, ഒറ്റ വട്ടം അയച്ചാൽ മതി. ഇത് എന്തുകൊണ്ട് പിന്നെയും ഇപ്പൊ ഞാനിത് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ ഒരു ബ്ലോക്ക് ചെയ്യും. പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് റിക്വസ്റ്റ് അയച്ചാൽ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, എന്തുകൊണ്ട് പിന്നെയും റിക്വസ്റ്റ് പോകുന്നു? പറഞ്ഞ മനസ്സിലായോ? അതായത് നമ്മുടെ ആവശ്യം എന്താ? പേജ് ലോഡ് ആവുന്നു. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഒരു റിക്വസ്റ്റ് നമ്മുടെ സർവറിലേക്ക് പോയിട്ട് റെസ്പോൺസ് പറഞ്ഞ സ്റ്റേറ്റ് സെറ്റ് ചെയ്യണം. അതവിടെ യു കാണിക്കണം. ഇതിപ്പോ സംഭവിച്ചോണ്ടിരിക്കുന്ന വെച്ചാൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തു, പേജ് ലോഡായി, പിന്നെ റിക്വസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേ പിന്നെയും പോയിക്കൊണ്ടേയിരിക്കുക. പിന്നെ പോകുന്ന വെച്ചാൽ അത് ഭയങ്കര ഒരു എന്താ ഡൗൺഫോൾ ആണ്. കാര്യം എന്താ? നമുക്ക് ഒന്നത്തെ കാര്യം നമ്മുടെ സർവർ എന്തോ അതാണ് സംഭവം. അതായത് ഇവിടെ സംഭവിക്കുന്നത് എന്താ? അത് ചെയ്യേ, ഫസ്റ്റ് പേജ് ലോഡായി, സ്റ്റേറ്റ് ഇനിഷ്യലൈസ് ചെയ്തു, ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഈ ഫംഗ്ഷൻ കോൾ ചെയ്തു, റണ്ണറായി. ഓക്കെ, ഫംഗ്ഷൻ കോൾ ആയപ്പോൾ എന്ത് സംഭവിച്ചു? മറ്റേ ആ കോള് പോയിട്ട് റെസ്പോൺസ് വന്നു. റെസ്പോൺസ് എടുത്ത് എങ്ങോട്ട് സെറ്റ് ചെയ്തു? സ്റ്റേറ്റിലേക്ക് സെറ്റ് ചെയ്തു. സ്റ്റേറ്റിലേക്ക് സെറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? സ്റ്റേറ്റ് ചേഞ്ച് ആയി. സ്റ്റേറ്റ് ചേഞ്ച് ആയല്ലോ, അപ്പൊ എന്ത് ചെയ്യും? പിന്നെയും റണ്ണർ ആവും. പിന്നെ എന്ത് ചെയ്യും? ഇതിനകത്തുള്ള എല്ലാ കോഡും വർക്ക് ആവും. ഇത് റീഇനിഷ്യലൈസ് ആവും, പിന്നെയും കോൾ പോവും, പിന്നെ റണ്ണർ ആവും. പിന്നെ എന്ത് ചെയ്യും? കോൾ പോയല്ലോ, അപ്പൊ എന്ത് ചെയ്യും? പിന്നെയും സ്റ്റേറ്റ് സെറ്റ് ആവും. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ പറഞ്ഞേ? എല്ലാവർക്കും മനസ്സിലായോ എന്തുകൊണ്ട് പിന്നെയും ഇതാവുന്നു? ഓക്കെ, റണ്ണർ ആവുന്നു. കാര്യം എന്താ? വെറുതെ റണ്ണർ ആവുന്നു, വെറുതെ കോൾ പോകുന്നു. കാര്യം എന്താ? ഓരോ വട്ടവും സ്റ്റേറ്റ് അപ്ഡേറ്റ് കൊണ്ടിരിക്കുക. സ്റ്റേറ്റ് അപ്ഡേറ്റ് ആവുന്നു, ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഇത് നടക്കാതിരിക്കണം നമുക്ക് എന്ത് ചെയ്യാം? എവിടെ? അപ്പൊ ഇതെങ്ങനെ വർക്കാവും? ഇതൊക്കെ കോൾ ആവും. കോൾ ആവണമെങ്കിൽ ഇതിനകത്ത് ചെയ്യണം, യൂസ് എഫക്റ്റ് കൊടുക്കണം. നമ്മളെല്ലാം പഠിച്ചില്ലേ യൂസ് എഫക്റ്റ് എങ്ങനെ വർക്ക് ചെയ്യാം? പേജ് ലോഡ് ആയതിനു ശേഷം ഒറ്റ വട്ടം, പിന്നെ കോൾ ആവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ യൂസ് എഫക്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ യൂസ് എഫക്റ്റ് ഇമ്പോർട്ട് ചെയ്തു. ഇവിടെ ഞാൻ യൂസ് എഫക്റ്റ് കോൾ ചെയ്യുന്നു. എന്നിട്ട് ഒന്നാമത്തെ പാരാമീറ്റർ ഫംഗ്ഷനും രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ട് ഒറ്റ വട്ടം വർക്ക് ചെയ്യാൻ ഡിപ്പെൻഡൻസി അറേ. അത് കൊടുത്തില്ലേ പിന്നെയും കോൾ ആയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫെച്ച് ഡാറ്റ കോൾ ചെയ്യുന്നു.
ഓക്കെ, ഇനിയിപ്പോൾ സംഭവിക്കുന്നത് എന്താ, നമ്മുടെ പേജ് ലോഡ് ആവുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ക്രിയേറ്റ് ചെയ്യും, ഇത് ഇനിഷ്യലൈസ് ആവും, കോളല്ല ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇത് വർക്കാവില്ല, പേജ് റണ്ടർ ആവും. ഫസ്റ്റ് ടൈം പേജ് റണ്ടർ ആയാൽ ഉടനെ എന്ത് ചെയ്യും, യൂസർ വർക്ക് ആവും. അതായത് ഈ ഫെച്ച് ഡാറ്റ കോൾ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഫെച്ച് ഡാറ്റ കോളായി, എന്ത് ചെയ്തു, ഡാറ്റ വന്നു, സ്റ്റേറ്റ് സെറ്റ് ചെയ്തു, UA റണ്ടർ ആയി. പിന്നെ കോളാവോ, ഇല്ല. അപ്പോൾ അത് അവിടെ സ്റ്റോപ്പ് ആവും. മനസ്സിലായി പറഞ്ഞേ? ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ യൂസ് ഓഫ് ഉപയോഗിക്കാൻ കാര്യം. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ചുമ്മാ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കോൾ ചെയ്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഫംഗ്ഷനെ എഴുതണ്ട, വെറുതെ ഇങ്ങനെ ഇട്ടാലും മതിയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇട്ടാലും പ്രശ്നമുണ്ട്, പിന്നെ വർക്ക് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഫംഗ്ഷനായിട്ട് എഴുതിയതും എന്നിട്ട് നമ്മൾ യൂസ് ഓഫ് കോൾ ചെയ്തതും. മനസ്സിലായത്? ഓക്കെ, അപ്പം ഡാറ്റ വന്നിട്ടുണ്ടാവും, ഡാറ്റ പ്രൊഡക്ട്സിൽ ഉണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അത് UAയിൽ കാണിക്കണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ഡോട്ട് കാർഡ് കണ്ടെയ്നർ റെഡി വിട്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് നമ്മുടെ പ്രോഡക്ട്സ് ഡോട്ട് മാപ്പ് അല്ലേ, ഐറ്റം റിട്ടേൺ ഡോട്ട് പ്രോഡക്റ്റ് കാർഡ്. ഓക്കെ ആണല്ലോ? ഓക്കെ, കാർഡിന് എന്തൊക്കെ വരണം, ഇമേജ് വരണം അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, എന്തോ അതിലെന്തൊക്കെയുണ്ടോ അതൊക്കെ വരണം. അപ്പൊ അതിലെന്തൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. അതെ, ടൈറ്റില്, പ്രൈസ്, ഡിസ്ക്രിപ്ഷൻ, കാറ്റഗറി, ഇമേജ്, റേറ്റിംഗ് എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യമേ ഇമേജ് SRCൽ എന്ത് കൊടുക്കും, ഐറ്റം ഡോട്ട് പ്രോപ്പർ ഐറ്റം അല്ലേ, ഐറ്റം ഡോട്ട് എന്താണോ കീ അത്. ഇത് മനസ്സിലായി നിങ്ങൾക്ക്? നമ്മൾ ലൂപ്പ് ചെയ്യുന്നു, നമ്മൾ ആ വന്ന അറയെ ലൂപ്പ് ചെയ്യുന്നു. ലൂപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓരോ ലൂപ്പിലും ഐറ്റത്തിൽ വരുന്നത് ഓരോ ഒബ്ജക്റ്റ് ആയിരിക്കും. ഫസ്റ്റ് ഈ ഒബ്ജക്റ്റ് വരും അല്ലേ? അപ്പൊ അതിനകത്തുള്ള ഡാറ്റ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് ഐറ്റം ഡോട്ട് ഇമേജ് എന്ന് വിളിച്ചാൽ എന്ത് വരും, ഇമേജ്. നമുക്കറിയില്ല അത്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. അതുപോലെ നമുക്കൊരു S2 ടാഗ് കൊടുക്കാം, ഐറ്റം ഡോട്ട് ടൈറ്റിൽ, പി ടാഗ് കൊടുക്കാം, ഐറ്റം ഡോട്ട്. ഇനി പ്രൈസ് ഒക്കെ ഉണ്ട്, അപ്പൊ നിങ്ങൾ കാർഡ് ചെയ്യുമ്പോൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം, പ്രൈസും റേറ്റിംഗും അല്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി അത് ചെയ്തു. ഓക്കെ, ഇത്ര വന്നു. ഓക്കെ ആണല്ലോ? ഡൗട്ട് അതിനകത്ത് മനസ്സിലായോ? ഓക്കെ, എന്നിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് UA നോക്കാം, എന്ത് സംഭവിച്ചു നോക്കാം. എല്ലാം വന്നിട്ടുണ്ട്. എത്ര വട്ടം കോൾ വന്ന് നോക്കാം. അത്രേ ഉള്ളൂ. ഇപ്പൊ രണ്ടിടം പോകുന്ന കാര്യം എന്താ, സ്ട്രിക്ട് മോഡ്. ഇതെന്ന് വെച്ചാൽ ഇത് റിക്വസ്റ്റ് പോകാൻ തുടങ്ങുമ്പോൾ കാണിച്ചേക്കുന്നത്, ഇത് കംപ്ലീറ്റ് ആയപ്പോൾ ഉള്ളത്. ഓക്കെ, ഇനി നോക്കോ, നമുക്ക് എന്തെങ്കിലും സ്റ്റൈൽ ചെയ്യാം, കാർഡാക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈലിലേക്ക് വന്നിട്ട് ഡോട്ട് ഹോമിനകത്തുള്ള ഡോട്ട് കാർഡ് കണ്ടെയ്നർ അല്ലേ, അതാണ് പേരന്റ്. ഫ്ലെക്സിന് വരെ നമുക്ക് ഗ്രിഡ് കൊടുക്കാം, ഡിസ്പ്ലേ ഗ്രിഡ്. അതുപോലെ ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ്, എത്ര കോളം വേണം, ഈക്വൽ സ്പേസ് ഉള്ള 4 കോളം, 1FR 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 1FR. ഓക്കെ, ഗ്യാപ്പ് കൊടുക്കാം 20%. എന്നിട്ട് ഇനി ആ കാർഡിനെ ഡോട്ട് കാർഡ് കണ്ടെയ്നറിനകത്തുള്ള ഡോട്ട് പ്രൊഡക്റ്റ് കാർഡ്, ഇമേജ് പ്രൊഡക്റ്റ് കാർഡിന്. ഓക്കെ, ബോക്സ് ഷാഡോ കൊടുക്കാം അല്ലേ, ബോക്സ് ഷാഡോ 0 പിക്സൽ 0 പിക്സൽ 10 പിക്സൽ 10 പിക്സൽ. പാഡിംഗ് 10 പിക്സൽ, ബോർഡർ റേഡിയസ് 10 പിക്സൽ. ഇനി ഇമേജിനെ സേവ് ചെയ്യണം, IMG വിത്ത് 100%, ഹൈറ്റ് 200 പിക്സൽ, ഒബ്ജക്റ്റ് ഫിറ്റ് കവർ കണ്ടെയ്നർ അല്ലേ. ഇപ്പൊ ആ ഡേറ്റ വന്നുണ്ടോ? ഇനി നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. നമുക്ക് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇത് വരുത്തുക, സ്റ്റൈല് കുറച്ചുകൂടെ ബെറ്റർ ആക്കുക. ഇവിടെ നല്ല സ്പേസിങ് വേണം. അതുപോലെ ഇതുണ്ടോ, ഇതിപ്പോ കുറെ ലൈൻസ് വരുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ 4 ലൈനിൽ കൂടുതൽ വരില്ലേ, അതിനെ ചെയ്യുന്ന അറിയാവോ?
ട്രൈ നോക്കാം, സെർച്ച് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് വേണ്ട വെച്ചാൽ ഇപ്പം ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഇഷ്ടം പോലെ കാണിക്കുന്നുണ്ട് ഇല്ലേ, പലതിന്റെയും ഡിസ്ക്രിപ്ഷന്റെ സൈസ് പലതാണ്. സ്ക്രോൾ വേണ്ട, നമുക്ക് അത് തന്നെ, നമുക്ക് 4 ലൈൻ മതി, 4 ലൈൻ മതി. മനസ്സിലായോ? 4 ലൈനിൽ കൂടുതൽ വരല്ലേ.